ഹലോ, എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ മുല്ലപ്പൂ വെച്ചിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക്, അതുപോലെ കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുമ്പോൾ വേറൊരു ഗുണം എന്താ അറിയോ, എൻ്റെ പോലെ തന്നെ വേറെ ഇതേപോലെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ആളുകളുടെ വീഡിയോ നിങ്ങൾക്ക് സജഷൻ വരും. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ലൈക്ക് ചെയ്ത് വിടുമ്പോൾ അതേപോലത്തെ സജഷൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങും. പിന്നെ ഈ ഒരു സാരി നമ്മുടെ ഓൺ സ്റ്റോറിൽ നിന്നുള്ള സാരിയാണ് കേട്ടോ. ഭയങ്കര കുഞ്ഞ് കരയുള്ള സാരിയാണ്, രസല്ലേ ബ്ലാക്ക് കളറിലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആകട്ടെ, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മുടി നല്ലോണം കോംബ് ചെയ്യുക. ഇതിന് ഞാനിവിടെ ഈ മോക്സിയുടെ ഒരു ജെല്ലാട്ടോ എടുക്കണം. ഇത് നമ്മൾ ഈ CGM ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണം. പക്ഷേ CGM ചെയ്യുമ്പോൾ അത്ര ക്രഞ്ചി ആയിട്ട് ഇരിക്കില്ല, ഇത്തിരി ഹോൾഡ് കുറവാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ എൻ്റെ മുടി ഇങ്ങനെ ഒതുക്കി നിർത്താൻ എനിക്കിഷ്ടമാണിത്. എന്നിട്ട് ഞാൻ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ എടുക്കേണ്ടത് ഇത് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന കേട്ടോ. ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു ഉള്ളുള്ള പോലെ ഫീൽ ചെയ്യിക്കും. ഇങ്ങനെ കുറച്ചൊരു വണ്ണത്തിലിരിക്കുന്ന പോലെ മെസ്സി ലുക്ക് വരും, എന്നാൽ ഭയങ്കര മെസ്സി ആവാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചുറ്റിനും ഇങ്ങനെ വെച്ചിട്ട് ഒരു മെസ്സി ബണ്ണ് പോലെ ഇങ്ങനെ ചുറ്റി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് സെക്യൂർ ചെയ്യുക. ഇത് മാത്രം ഇട്ടിട്ടാണല്ലോ നല്ല രസമല്ലേ, ഒരു മെസ്സി ഒരു രസമുള്ള ഒരു ലുക്കാണ്. പിന്നെ മുല്ലപ്പൂ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തോരാണോ മുല്ലപ്പൂ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാൻ ഇങ്ങനെ എന്നിട്ട് രണ്ടായിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് കണ്ടോ. അതിന് ശേഷം നമ്മളുടെ ബണ്ണിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റൗണ്ട് ഫേസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് മുല്ലപ്പൂ കാണാൻ പറ്റും. ബാക്കിൽ നിന്ന് കാണുന്നേക്കാട്ടിലും ഫ്രണ്ട് ഇത് കാണാനായിട്ട് നല്ല രസം ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് അവിടെ സ്ലൈഡ് വെച്ച് ഇങ്ങനെ പിൻ ചെയ്യുക. സ്ലൈഡ് വെക്കുമ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് സ്ലൈഡ് വെക്കണം കേട്ടോ. അപ്പോൾ അത് സെക്യൂർ ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും പോവാണ്ട്. പിന്നെ ഞാൻ കുറച്ച് യൂപ്പിനൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തി വെക്കുന്നുണ്ട്, അത് പോരാതിരിക്കാൻ വേണ്ടി. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ബാക്കിൽ നിന്നും കാണാൻ രസം ഉണ്ടാവും, ഫ്രണ്ടിൽ നിന്നും കാണാനായിട്ട് രസം ഉണ്ടാവും കേട്ടോ. നല്ലൊരു കുറച്ച് മുല്ലപ്പൂ കൂടുതലുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയാട്ടോ. പിന്നെ നമ്മൾ ആ കെട്ടിയിരിക്കുന്ന ആ ഒരു ബണ്ണില്ലേ, ആ ബണ്ണഴിച്ച് ഇനി നെക്സ്റ്റ് ഹെയർ സ്റ്റൈലിനാണ്. ആ ബണ്ണഴിച്ചിട്ട് ഇങ്ങനെ മുല്ലപ്പൂ ഇങ്ങനെ നീളത്തിലെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ക്രോസ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കുക. ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ ഒരു ഇങ്ങനെ സ്ലൈഡ് കുത്തുക, അല്ലെങ്കിൽ എലാസ്റ്റിക് ഇട്ടാലും മതി കേട്ടോ. റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കെട്ടി വെച്ചാലും മതി. ഇങ്ങനെ ഇത് സ്ലൈഡ് കുത്തണത് ഇത്തിരി കൂടി എളുപ്പമായിരിക്കും. ആ സ്ലൈഡ് കാണാത്ത പോലെ അകത്തോട്ട് കയറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മുടിയിലോട്ട് ഇതിങ്ങനെ ചുറ്റുക. ആദ്യമേ ഒരു ലെയർ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ആ എൻഡ് പോർഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്ലൈഡ് വെക്കാം. ഞാനവിടെ എന്താ മറ്റേ ഈ പ്ലാസ്റ്റിക് അല്ല, എലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു സാധനം കിട്ടില്ലേ, അത് വെച്ചിട്ട് ഞങ്ങൾ ടൈ ചെയ്യുക. എന്നിട്ട് മറ്റേ എൻഡ് എടുത്തിട്ട് അതും അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ചുറ്റുക. അപ്പോഴേക്കും ഇങ്ങനെ നല്ല ഭംഗിക്ക് എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു രീതിയിൽ കിട്ടും, മനസ്സിലായി, ഇങ്ങനത്തെ രീതിയിൽ കിട്ടും. ഇത് രസമുള്ള പോലെയായിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ ഇങ്ങനെ കുറേ എണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അത് മുടിമേൽ ഈ ഒരു എക്സ്റ്റൻഷൻ കൂടി വെക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു മെസ്സി കൈൻഡ് ഓഫ് ഒരു രസമുള്ള ഒരു ലുക്ക് കിട്ടും. കുറച്ചും കൂടി നല്ലൊരു ഇച്ചിരി കൂടി ടിഷ്യൂ സാരിയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി രസം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഇയറിങ്സ് മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ഒരു പ്ലെയിൻ ഉണ്ടാവും. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹെയർ സ്റ്റൈൽ രസമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണത്. ഞാൻ ഇത്ര ആക്ഷൻ ഇടുകയാണെങ്കിൽ ഞാൻ ഇത് ഷോർട്സ് ആക്കാൻ കൂടി ഇതിൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് വീഡിയോ ഒക്കെ അതിൻ്റെ ഇൻട്രോയും ഔട്ട്രോയും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഷൂട്ട് ചെയ്ത് പോവാം. ഇനി നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ, ഇതൊരു സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽ കേട്ടോ. ഇതിനെ നിങ്ങൾ മുടി നോർമലായിട്ടൊന്ന് ഒതുക്കി വയ്ക്കുക. എന്നിട്ട് ഫ്രണ്ട് മുടി എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ബാക്കിൽ കൊണ്ടുവന്ന് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വയ്ക്കുക. ബാക്കിൽ വേണമെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്രെയ്ഡൊക്കെ ചെയ്യാം കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ. സെയിം അപ്പം ഞാൻ ഇപ്പറേ സൈഡിൽ നിന്നും അതേപോലെ തന്നെ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഭംഗിയുള്ള ആ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുക. ഓരോരുത്തരുടെ ഫേസ് ഷേപ്പിനനുസരിച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ, താഴെ നിന്ന് എടുക്കണോ മേളിൽ നിന്ന് എടുക്കണോ എന്നൊക്കെ. എന്നിട്ട് ഈ മുല്ലപ്പൂ എടുക്കുക, ഇങ്ങനെ രണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു തൂങ്ങിക്കിടക്കുന്ന പോലെ, കണ്ടോ, ഇങ്ങനത്തെ ഒരു ഹാങ് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു സ്റ്റൈല് ചെയ്യുക. ഇതും ഞാൻ പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ തൂക്കി ഇടുന്ന പോലത്തെ ആ ഒരു എഫക്റ്റ് ഇങ്ങനെ ഒരു റാ പോലെ വരണം, മനസ്സിലായോ, ആ റാ പോലെ വരിക. എന്നിട്ട് ഒരേ അളവിൽ തന്നെ കുത്തണം കേട്ടോ. 2 സൈഡിലും ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാവണം. നമ്മളിതിങ്ങനെ കാണാതെ കുത്തുമ്പോൾ 2 സൈഡിലോട്ടൊക്കെ ആയിപ്പോകും. കണ്ടോ, ഇങ്ങനെ കണ്ടപ്പോഴേക്കും എൻ്റെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ വന്ന് എനിക്കിങ്ങനെ നടുക്കൊരു ഫ്ലവർ കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ എനിക്കത് കണ്ടപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ ക്യാമറയിൽ പോയി നോക്കി എങ്ങനെയുണ്ട് ഇത്. എന്നിട്ട് ഞാനിത് വെച്ചതാണ് കേട്ടോ. പക്ഷെ ഇച്ചിരി വലിയ കുഴപ്പമൊന്നുമില്ല, ഇത്തിരി അലമ്പായി പോയി തോന്നണല്ലേ. പക്ഷെ നമുക്കിങ്ങനെ ഗട്ട് ഫീൽ എന്താണോ അതേപോലെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്യാം. ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എങ്ങനെ അറിയോ, ഇങ്ങനെ ഫുള്ള് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ മൂഡ് സെറ്റ് ചെയ്താലാണ് എനിക്ക് എൻ്റെ മുടിയുമിലിട്ട് പണിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പാട്ടൊക്കെ ഇട്ടിങ്ങനെ രസിച്ചിരുന്നാണ് ഹെയർ സ്റ്റൈൽ
ഉണ്ടല്ലോ ഓരോന്നൊക്കെ ചെയ്യണേ. ഇനി അടുത്ത ഹെയർ സ്റ്റൈലിന് ഇതെങ്ങനെ മുല്ലപ്പൂ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഒരേ ലെവലിൽ വെച്ചിട്ട് അവിടെ വെച്ച് പിൻ ചെയ്യുക. അതായത് സ്ലൈഡ് വെച്ചിട്ട് അകത്തോട്ട് ഇങ്ങനെ കയറ്റി വെക്കുക. സ്ലൈഡ് കയറ്റി വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് സൈനിലെടുത്ത് കയറ്റി വെക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതേപോലത്തെ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു കെട്ട് പോലെ കിട്ടും. ഇത് നോർമൽ ഹെയർ സ്റ്റൈലാണ്. ഇപ്പോൾ പഴയ ഹെയർ സ്റ്റൈലൊക്കെ വീണ്ടും തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. ആളുകൾ തിരിച്ച് പഴയ ഹെയർ സ്റ്റൈലുകളൊക്കെ ചെയ്യുന്നുണ്ട്. ലോങ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന, പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പക്ഷേ ഇതിൽ കാണിച്ചിട്ടില്ല. ഇങ്ങനെ നീട്ടിയിടുന്ന അതൊക്കെ ഇപ്പോൾ ഒത്തിരി പേര് ഒരുപാട് ഫോട്ടോഷൂട്ട്സിലൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഒരു നോർമൽ എലഗൻറ്റ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ലുക്കാട്ടോ. നോർമൽ നാടൻ ആ രീതിയിൽ നമ്മൾ ചിലവരെങ്കിലും വിചാരിക്കില്ല ഇതെങ്ങനെ ഒരേപോലെ ഇരിക്കാമെന്ന്. അതിങ്ങനെ സ്ലൈഡ് കുത്തി വെക്കണം കൊണ്ടിട്ടാണ് ഒരേപോലെ ഇരിക്കണേ. ഇനി അടുത്ത ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് മുടി ഇങ്ങനെ എടുത്ത് ഒന്നും കൂടി നമ്മൾ ലോ പോണിറ്റെയിൽ ഇങ്ങനെ കെട്ടിവെക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മളുടെ ഈ മുടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെഷൻ, 2 സെഷൻ ഇല്ലേ, അതിൽ ഒരു സെഷൻ എടുക്കുക. മുല്ലപ്പൂ ഇങ്ങനെ രണ്ടായിട്ട് വെക്കണം കേട്ടോ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. എന്നിട്ട് അതിങ്ങനെ ഓരോ സെഷനിൽ ചുറ്റി കൊടുക്കുക. നമ്മൾ നേരത്തെ ഹോൾ ഓവർ ചുറ്റിയില്ലേ, അതിന് പകരമായിട്ട് ഇത് 2 സൈഡിൽ ഹെയർ എടുത്തിട്ട് 2 സെഷനിൽ ഇങ്ങനെ ചുറ്റി വയ്ക്കുക. കണ്ടോ? ഇതേപോലെ ഫുള്ള് നല്ലോണം ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് എൻഡ് പോർഷനിൽ വേണമെങ്കിൽ ഒന്ന് ടൈ ചെയ്യാം. അത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാമെങ്കിൽ അതായാലും മതി കേട്ടോ. ടൈ ചെയ്താൽ ഇച്ചിരി കൂടി നീറ്റായിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മൾ 2 സൈഡിൽ ഇതേപോലെ ചെയ്ത്, എന്നിട്ട് ഇത് ഇങ്ങനെ ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലോട്ടും ഇപ്പുറത്തെ സെഷൻ ഓപ്പോസിറ്റ് സൈഡിലോട്ടും അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഒരു ബണ്ണ് പോലെ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ബണ്ണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളുടെ മുടിയുടെ ചില ഭാഗങ്ങളിൽ മുല്ലപ്പൂ ഉണ്ടാവും, ചില ഭാഗങ്ങളിൽ മുല്ലപ്പൂ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, കോളം പോലെ അങ്ങനെ ഒരു രസമുള്ളൊരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. കണ്ടോ? എന്നിട്ട് മുടി ഒന്നും കൂടി ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബൺ ഹെയർ സ്റ്റൈൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതെന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലായിരിക്കും കേട്ടോ. കാണാനും നല്ല രസമുണ്ടാവും. ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് രസമുണ്ടാവും, ബാക്കിൽ നിന്ന് കാണാനും രസമുണ്ടാവും. പക്ഷേ ഇച്ചിരി ചരിയാണ് കേട്ടോ, കാരണം ഇവിടെ ഇല്ലാത്തതുകൊണ്ടിട്ട് നമുക്ക് ആ ഭാഗത്ത് വരില്ല. എന്താണ് ഞാൻ പറഞ്ഞത്, ഫ്രണ്ടിൽ നിന്ന് കാണില്ല, ബാക്കിൽ നിന്ന് മാത്രമാണ് കാണുക. ഇത് ഇത്ര കൂടി നിങ്ങൾ കെട്ടിവെക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി കറക്റ്റ് അളവ് വരും കേട്ടോ. എൻ്റെ ഇച്ചിരി മുടി ഇങ്ങനെ പൊന്തിരുന്നില്ലേ. ഇനി നെക്സ്റ്റ് ഹെയർ സ്റ്റൈല് ശ്രീദേവി ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഒരു ക്രിയേറ്റർ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതല്ല, ഈ ഫ്രണ്ടിലത്തെ ട്വിസ്റ്റൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. ഈ മുല്ലപ്പൂ വെക്കണ രീതി ഞാൻ ആ ഒരു ആളുടെ പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മുടിയെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ നോർമലി ഹെയർ ട്വിസ്റ്റ് ചെയ്തെടുക്കില്ലേ, ഓരോ ഹെയർ എടുക്കുക, എന്നിട്ട് അടിയിൽ നിന്ന് പിന്നെ ഒന്നുകൂടി ഹെയർ എടുക്കുക, പിന്നെ ഒന്നുകൂടി ഹെയർ എടുക്കുക. ഞാൻ പറയണേക്കാട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത്തിരി കൂടി ഭംഗിയായിട്ട് മനസ്സിലാവും തോന്നുന്നു. നമ്മൾ ബാക്കിലോട്ട് വേണം എടുത്തെടുത്ത് പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇങ്ങനെ കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പഫ് വെച്ചിരിക്കണ പോലത്തെ ഒരു എഫക്റ്റ് വരണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു രസം വരിക ഫ്രണ്ടിൽ നിന്ന്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഹെയർ ഫേസ് ടൈപ്പിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഹെയർ ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്തിടുന്നുണ്ട്. ഇത് നോർമൽ ആമസോണിൽ നിന്നൊക്കെ കിട്ടുന്ന ഹെയർ ആണ് കേട്ടോ. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല ഹെയറിന്. ഞാൻ പക്ഷേ ഇങ്ങനത്തെ ഷൂട്ട് ഇങ്ങനെ മുടി ഒത്തിരി നീളം വേണം എന്നൊക്കെ ഉള്ളതിന് എടുക്കാറുണ്ട്. ഇത് ചീകി വെക്കുക എന്നുള്ളത് ഭയങ്കര മെനക്കേടാണ്. ഇത് പെട്ടെന്ന് ജട കെട്ടും. കണ്ടോ? അതെ, ഇതേപോലെ മുല്ലപ്പൂ ഇങ്ങനെ ഒരു നൂലെടുക്കുക. ആ നൂലിൽ മുല്ലപ്പൂ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് ചുറ്റി വയ്ക്കുക. അതിൻ്റെ ഞാൻ ഷോർട്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ മുടി എടുത്തിട്ട് ബാക്കിൽ കൊണ്ടുപോയിക്കുക. മറ്റേ ഒരു ശശികല ചാർത്തി ആ പടമില്ല, ആ പടത്തിനകത്ത് ആളിങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ രസമായിട്ട് തോന്നി. നമ്മൾ ഷോർട്സ് ഇട്ടപ്പോൾ 1-2 ഇങ്ങനെ കമൻറ്റ് കണ്ടിരുന്നു, പണ്ടായിരുന്നെങ്കിൽ ഇത് നല്ല ഹെയർ സ്റ്റൈലാണെന്ന്. ഇപ്പോൾ പണ്ടത്തെ സ്റ്റൈലൊക്കെ വീണ്ടും പുതിയതായിട്ട് വരുന്നുണ്ട്. വീഡിയോ ഇതായിരുന്നോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.